പ്രൈസ് ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും കർത്താവിലെ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹവും ആത്മീക വർധനവുമാണെന്ന് മനസ്സിലാക്കുന്നു. ഓരോ വ്യക്തികളുടെയും സാക്ഷ്യങ്ങൾ പ്രത്യേകം ഓരോ രീതികളാണല്ലോ. ഓരോ സാക്ഷ്യങ്ങളും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവിനോട് നമ്മെ അടുപ്പിക്കുന്നത് മുഖാന്തരമായി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടാം. ദൈവത്തിൻ്റെ വചനമാണ്. നമുക്ക് മുമ്പിൽ കർത്താവ് വെച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം. നമ്മുടെ ഭാരവും പാപവും ഒക്കെ വിട്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് വേണ്ടി ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നന്നായിരിക്കുന്നു. കർത്താവിന്റെ നന്നായിട്ട് പോകുന്നു. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിലെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന അങ്ങയുടെ മഹാസാന്നിധ്യം ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദാസനെ ഏൽപ്പിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും സംസാരിപ്പാനുള്ള കൃപ കൊടുത്താട്ട്. ഹല്ലേലൂയ, സ്തോത്രം. കേൾവിക്കാർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ദേവദാസനെ എവിടെയാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യം ഭാഗത്തു നിന്നാണ്. ശ്രീകാര്യം ഭാഗത്ത് ഞാൻ റെന്റിന് താമസിക്കുന്ന സ്ഥലത്തു നിന്നാണ്. ഓക്കെ. വാസ്റ്റേ, കർത്താവ് സഹായിക്കട്ടെ. അപ്പൊ സാക്ഷ്യത്തിൽ കേൾക്കാമല്ലോ എവിടാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. ഓക്കെ. കർത്താവിന്റെ ദാസനെ അതിനായി ഇനിയുള്ള സമയം ഞാൻ ദൈവദാസന് നൽകി തരികയാണ്. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം, ഈ അനുഗ്രഹിക്കപ്പെട്ട ജോയ്സ് ടി വിയിലൂടെ എന്റെ സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയ വിലയേറെ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് പ്രവീൺ എന്നാണ്. പ്രവീൺ SS എന്ന ഒഫീഷ്യൽ നെയിമാണ്. പ്രവീൺ കഴക്കൂട്ടം എന്നാണ് ശുശ്രൂഷയിൽ അറിയപ്പെടുന്നത്. കഴക്കൂട്ടം ഭാഗത്തും ട്രിവാൻഡ്രം സിറ്റിയിലും സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ തിരക്കിട്ട് ആയിരിക്കുന്നു. ഇങ്ങനെ ജോയ്സ് ടി വിയെ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പേ പരിചയപ്പെടാൻ കർത്താവ് എനിക്ക് ഭാഗ്യമൊരുക്കി. മറ്റൊരു സാക്ഷ്യത്തിൽ കൂടെയാണ് ജോയ്സ് ടി വിനെ എനിക്ക് പരിചയപ്പെടാൻ ഇടയായിത്തീർന്നത്. അതോടൊപ്പം സിസ്റ്ററിനെ പരിചയപ്പെടാൻ ദൈവം ഭാഗ്യമൊരുക്കി. അതിനുശേഷം സിസ്റ്റർ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സമയം എനിക്ക് എൻ്റെ ജീവിതത്തില് എൻ്റെ സാക്ഷ്യത്തെ ജനത്തിന് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വെളിപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയതിനോർത്ത് ഞാൻ അതീവ സന്തോഷവാനാണ്. അതിന് ഇടയായ ജോയ്സ് ടി വിയോടുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം സമൃദ്ധമായിട്ട് ഈ ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ. ഇതിൽ കൂടെ വെളിപ്പെടുത്തുന്ന സാക്ഷ്യങ്ങൾ അനേകരെ ജീവനിലേക്ക് നയിക്കുന്ന ഒരു വലിയൊരു അനുഭവമാക്കി ജോയ്സ് ടി വിയെ ദൈവം അനുഗ്രഹിച്ച് അനേകർക്ക് വെളിച്ചമാക്കി മാറ്റട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബം നെയ്യാറ്റിൻകര ഭാഗത്ത് മണിവിള എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, എനിക്കൊരു സഹോദരനുണ്ട്. എൻ്റെ സഹോദരൻ വിവാഹിതനാണ്. ഞാൻ ഒരു ബിസിനസ് തകർച്ചയിൽ കൂടെയാണ് കർത്താവിലേക്ക് കൂടുതൽ അടുത്തു വരുന്നത്. അപ്പൊ ബിസിനസിന്റെ തകർച്ചയിൽ നിന്നുള്ള ചില കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എനിക്ക് വിവാഹത്തിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് അല്പനാള് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് എന്റെ വിവാഹം ഇനിയുള്ള നാളുകളിൽ ഞാൻ അന്വേഷിച്ച് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ക്രമീകരണം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് 38 വയസ്സുണ്ട്. ഞാൻ ട്രിവാൻഡ്രം ഭാഗത്ത് മിനിസ്ട്രിയിലാണ്. തിരുവനന്തപുരത്ത് YMCA ഹാളില് എല്ലാ ഞായറാഴ്ചയും 3 മണി മുതൽ 5:30 വരെ മീറ്റിങ്ങുകൾ ക്രമീകരിക്കപ്പെടുന്നു. അനേകർ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കുന്നു. കർത്താവിന്റെ ശുശ്രൂഷയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത് ഒരു രോഗി സൗഖ്യമാവുന്നതിൽ കൂടെയാണ്. കിടപ്പിലായിരുന്ന ഹീമോഗ്ലോബിന്റെ കുറവ് കാരണം കിടപ്പിലായിരുന്ന ഒരു രോഗി, ആ രോഗി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഉടൻ വീണ്ടും കുഴഞ്ഞു പോകുന്ന അവസ്ഥയിലുള്ള ഒരു രോഗിയായിരുന്നു. ആ സിസ്റ്ററുടെ പേര് അമ്മിണി എന്നാണ്. നെടുമങ്ങാട് ഭാഗത്തുള്ള സിസ്റ്ററാണ്. അങ്ങനെ ആ സിസ്റ്റർ ഫോണിൽ കൂടെ വിളിച്ച് ഞാൻ ഫോണിൽ കൂടെ തന്നെ പ്രാർത്ഥിച്ചു. ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറഞ്ഞു. വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു. പിന്നെ ആ സിസ്റ്ററിനെ കിടക്കേണ്ട,
കെട്ടിൽ കുഴഞ്ഞു പോകുന്ന അവസ്ഥ മാറി. അങ്ങനെ പെട്ടെന്ന് ദൈവം ഒരു ബ്രേക്ക് ത്രൂ തന്നാണ് ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ കർത്താവിന്റെ വിടുതലിൽ കൂടെ എന്നെ ശുശ്രൂഷയിൽ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ അനേക വിടുതലുകൾ അയക്കുന്നു. ഈ വിടുതലുകൾക്ക് പ്രവർത്തിക്കാൻ കാരണം എന്റെ ജീവിതത്തിലെ ദൈവിക അനുഭവങ്ങളും, ഞാൻ ലോകത്തിന്റെ കെട്ടിലായിരുന്ന ശേഷം, ലോകത്തിന്റെ പിടിയിലായിരുന്ന ശേഷം ദൈവസന്നിധിയിൽ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം കാലാകാലങ്ങളിൽ വിവിധ അനുഭവങ്ങളിൽ കൂടെ കർത്താവിനോട് ചേർന്ന് വരുവാനും എന്നെ കൊണ്ട് കർത്താവിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം എന്നെ ചില ബാലശിക്ഷകളൊക്കെ നൽകി കർത്താവിനോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട്, ദൈവത്തിന് വേണ്ടി ഞാൻ എന്നെ വിട്ടുകൊടുത്തത് കൊണ്ട് കർത്താവ് എന്നെ ഇന്നും ഈ കുഴലിൽ കൂടെ ശബ്ദം കേൾക്കുന്നു. അതായത് എന്നെ ദൈവം ഉപയോഗിക്കുന്നു. അതിന് ദൈവത്തിന് സകല മാനവ മഹത്വം പുകഴ്ചയും അർപ്പിക്കുകയാണ്. പാസ്റ്ററിന്റെ ബാല്യം മുതൽ ഞങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദേവദാസൻ അത് തൊട്ട് തുടങ്ങിയിട്ട്. എന്റെ ബാല്യം മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ചെറുപ്രായത്തില്, അതായത് ഏകദേശം എനിക്ക് 1.5 വയസ്സായപ്പോ എന്റെ മാതാപിതാക്കൾ എന്നെ കർത്താവിന്റെ വേലയ്ക്ക് നേർന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അമ്മയുടെയും അപ്പനിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്ക് 1.5 വയസ്സായപ്പോൾ ഒരിക്കലും വിട്ടുമാറാത്തൊരു രോഗം എന്നെ പിടിവിടാൻ ഇടയായി തീർന്നു. എന്റെ കുടലെല്ലാം അത് റോട്ടണ, അതായത് പഴുത്തിട്ട് അത് മലമായിട്ട് പുറത്തു പോയിരുന്നു, ക്രീമായിട്ട് പുറത്തു പോകുമായിരുന്നു. ഡോക്ടർമാർ, SITയും മെഡിക്കൽ കോളേജ് ഭയങ്കരമായ രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്തിട്ടും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവരെല്ലാം എന്നെ കൈവിട്ടു എന്ന അവസ്ഥയിലെത്തി. അവസാനം എന്നെ വീട്ടിൽ കൊണ്ടുപോയി മരിച്ചു പോകുമെന്ന അവസ്ഥയിൽ എത്തിയപ്പോഴാണ് മാതാപിതാക്കൾ തീരുമാനമെടുക്കുന്നത്, ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ തന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ ഞങ്ങൾ ദൈവത്തിന് കൊടുക്കുമെന്ന്. അങ്ങനെ പെട്ടെന്നാണ് ഒരു വ്യക്തി പറഞ്ഞത്, നാഗർകോവിലിനടുത്തുള്ള സ്റ്റാൻലി ഹോസ്പിറ്റല്, കുഞ്ഞുങ്ങളെ മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ അമേരിക്കയിലെ വിശദമായ പഠനം കഴിഞ്ഞ് 1987-88 നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. വന്നതേ ഉള്ളൂ. അന്നത്തെ വിദഗ്ധ ചികിത്സ, അദ്ദേഹം പരീക്ഷണാർത്ഥം അദ്ദേഹം എന്നെ കണ്ട ഉടൻ അദ്ദേഹത്തിന് എന്നോട് മനസ്സിലിഞ്ഞു. സത്യം പറഞ്ഞാൽ എന്നോട് മനസ്സിലേണ്ട കാര്യമില്ല, കൈവിട്ട കേസാണ്. അദ്ദേഹം എന്നെ ഏകദേശം 6 മാസം കണ്ണാടിക്കൂട്ടിൽ വെച്ച് മെഡിക്കൽ സ്റ്റോറിലെ തുണികളും മെഡിക്കൽ സ്റ്റോറിലെ മെഡിസിനും മാത്രം തന്ന് എന്നെ നിരീക്ഷിച്ചു. തനിക്ക് ലഭിച്ച ആ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി എന്നെ അത്ഭുതകരമായിട്ട് കർത്താവ് രക്ഷിക്കുവാനിടയായി തീർന്നു. അമേരിക്കയിൽ നിന്ന് മെഡിസിൻ വരുത്തി എന്നെ രക്ഷിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് പോലും ഒരു ദൂത് വെളിപ്പെടട്ടെ. എന്നെ ചെറുപ്രായത്തിൽ രക്ഷിക്കാൻ എനിക്ക് വേണ്ടി ഒരു ഡോക്ടറെ അമേരിക്കയിൽ കൊണ്ടുപോയി പഠിപ്പിച്ചു കൊണ്ടുവന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ വിഷയങ്ങൾ ഏതായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങളുടെ ഹല്ലേലൂയ വാതിലുകൾ, അതായത് പ്രശ്നങ്ങൾ മാറാനുള്ള പരിഹാരം ദൈവം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്റെ കുഞ്ഞു പ്രായത്തെ സാക്ഷി. അങ്ങനെ ഞാൻ വളർന്നു. ഏകദേശം 8, 9, 10 ക്ലാസ്സുകൾ എത്തുമ്പോഴാണ് ജീവിതത്തിൽ ഒരു പരീക്ഷണം നേരിടുന്നത്. 1 മുതൽ 7 വരെ വളരെ മിടുക്കനായി പഠിച്ചു, വളരെ മിടുക്കൻ. ക്ലാസ്സിലെല്ലാം ടീച്ചർമാർക്കെല്ലാം വളരെ അത്ഭുതമായ ഒരു കുഞ്ഞായിരുന്നു. 8, 9 ക്ലാസ്സുകളിൽ മറ്റൊരു സ്കൂളിൽ ചേർത്തപ്പോൾ ലോകത്തിലെ മറ്റുള്ള ചായ്വുകളിലേക്ക്, കൂട്ടുകാരിലേക്ക് ഞാൻ അറിയാതെ പെട്ടുപോകാനിടയായി തീർന്നു. കൂട്ടുകാർ പെട്ടപ്പോൾ പ്രാർത്ഥിച്ചു വന്നുകൊണ്ടിരുന്ന ആത്മീക ചിന്താഗതികളൊക്കെ മാറി. ലോകം എന്നെ ചെറിയ രീതിയിൽ സ്വാധീനിച്ചു. എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ ഞാൻ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാകുന്ന ഒരു അവസ്ഥയിൽ കൂടെ ആയിരുന്നു ഞാൻ കടന്നുപോയത്. അങ്ങനെ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഞാൻ ബൈബിള് വായിക്കും. ദൈവം എന്നോട് സംസാരിക്കുന്നതൊക്കെ എനിക്കറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിരുന്നത് സദൃശ്യവാക്യങ്ങളാണ്. സദൃശ്യവാക്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നതായിട്ട് തോന്നി. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതായിട്ട് തോന്നി. ചില അപകടങ്ങളിൽ നിന്ന് എന്നെ സൂക്ഷിക്കുന്നതായിട്ട് തോന്നി. ചില സങ്കീർത്തന ഭാഗങ്ങൾ എനിക്ക് ധൈര്യം പകർന്നതായിട്ട് തോന്നി. ദൈവം എന്നോട് ഇടപെടുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. ഏറ്റവും വലിയൊരു പരീക്ഷണം വന്നത് 10ാം ക്ലാസ്സിലാണ്. ഏറ്റവും വലിയൊരു പ്രതികൂലം എന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോ എന്റെ നാട്ടിൽ നിന്നും എന്റെ കുടുംബ വ്യക്തികളിൽ നിന്നും, ചില അകന്ന കുടുംബ വ്യക്തികളിൽ നിന്നും ചില പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചു. അതായത് എന്നെ 10ാം ക്ലാസ് ജയിക്കുവാൻ പിശാച് അനുവദിക്കാത്ത വിധം എന്റെ കുടുംബത്തിനകത്തു നിന്ന് പോലും ചില വ്യക്തികൾ എഴുന്നേറ്റ് എനിക്കിതിൽ പ്രതികൂലം ആഞ്ഞടിച്ചു. എനിക്ക് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നു. ആ സമയത്ത് മറ്റാരിലും ആശ്രയിക്കാൻ കഴിയാത്ത ഒരവസ്ഥ എനിക്ക് വന്നു. മനുഷ്യരിൽ ആശ്രയിച്ചാൽ ഫലമില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ ഞാൻ ദൈവത്തിൽ കൂടുതൽ അങ്ങ് ആശ്രയിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് 10ാം ക്ലാസ് ദൈവമാണ് എന്നെ ജയിപ്പിക്കുന്നത്. ഞാൻ ദൈവത്തോടൊരു തീരുമാനം എടുത്തിരുന്നു. പലപ്പോഴും അമ്മയപ്പൻ എന്നോട് പറയും, മോനെ നീ ദൈവത്തിന്റെ വേലയ്ക്കുള്ളതാ, നീ കർത്താവിന്റെ വേലയ്ക്കുള്ളതാന്ന് എന്നോട് പറയുമെങ്കിലും
അന്നത്തെ സാഹചര്യം എനിക്ക് ഭയങ്കര ഷെയിമായിരുന്നു. കർത്താവിന്റെ വേല ചെയ്യുക എന്ന് പറയുന്നത് വളരെ നാണക്കേട് തോന്നിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ ചുറ്റുപാടുമുള്ള ചൊല്ലുകളും പറച്ചിലുകളും. പക്ഷേ ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോ ഇന്ന് ഞാൻ ചിന്തിക്കുന്നു, എനിക്ക് കുറച്ചുകൂടെ നേരത്തെ ഒരു 10-20 വർഷം മുമ്പ് എനിക്ക് കർത്താവിന് കൂടുതൽ അടുത്തിറങ്ങി കഴിഞ്ഞെങ്കിൽ എന്ന് ഇന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന വിഷയം, അന്ന് 10ാം ക്ലാസ്സിൽ ഞാൻ തീരുമാനമെടുത്ത്, കർത്താവെ എന്റെ പ്രതികൂലങ്ങൾ മാറി, എന്റെ നിന്ന മാറി. 10ാം ക്ലാസ്സിൽ തോറ്റ അപമാനമാണ് അന്നത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ. 10ാം ക്ലാസ് ജയിച്ചാൽ ഞാൻ സെമിനാരിയിലേക്ക് പോയി എന്റെ വേദപഠനം ആരംഭിക്കാമെന്ന് ഞാൻ തീരുമാനമെടുത്തു. ദൈവം അത്ഭുതകരമായി എന്നെ 10ാം ക്ലാസ് ജയിപ്പിച്ചു. സത്യം പറഞ്ഞാല് വളരെ നല്ലവണ്ണം പഠിച്ചുകൊണ്ടൊന്നും അല്ല പോയത്, പക്ഷെ നല്ല 2nd ക്ലാസ്സിൽ അധികം മാർക്ക് തന്ന് കർത്താവ് എന്നെ മാനിച്ച് നല്ല ഭംഗിയായിട്ട് എന്നെ 10ാം ക്ലാസ് ജയിപ്പിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ സെമിനാരിയിലേക്ക് പോകുന്നു. 3 വർഷം BTH എടുക്കുന്നു. ഷാരോൺ ബൈബിൾ കോളേജ് തിരുവല്ലയിലാണ് 2004 മുതൽ 2007 വരെ പഠിച്ചത്. അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അടുത്ത സെമിനാരിയിൽ, ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരി ആയൂരില് 2007 മുതൽ 2010 വരെ പഠിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. അതിനുശേഷം 2010-11 കാലഘട്ടത്തില് ദൈവം എനിക്ക് തന്ന ഒരു അവസരമാണ് മാർത്തോമ ഹോസ്പിറ്റൽ ഗൈഡൻസ് കൗൺസിലിംഗ് സെന്റർ, മുറിഞ്ഞപാലത്തില് പഴയ റോഡ്, നമ്മളിങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ഭാഗത്തുള്ള കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലിംഗ് കോഴ്സ്, സെറാംപൂറിന്റെ കോഴ്സ് പഠിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അതും കൂടെ പഠിച്ചപ്പോൾ ആളുകളോട് കൂടുതൽ ഇടപെടാനും തുറന്ന മനസ്സോട് സംസാരിക്കാനും പ്രശ്നങ്ങളെ കേൾക്കാനും ക്ഷമയോടെ കേട്ടിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാം ദൈവം എനിക്ക് കൃപ തന്നു. ഈ പഠനങ്ങൾക്ക് ശേഷം അനേക ചർച്ചുകളിൽ, ട്രിവാൻഡ്രം സിറ്റിയിലുള്ള അനേക ചർച്ചുകളിൽ അസിസ്റ്റന്റ് ആയിട്ടും പല രീതിയിൽ പ്രവർത്തിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. തൃശ്ശൂര്, എറണാകുളം തുടങ്ങിയ അനേകം മിഷൻ ഫീൽഡുകളിൽ വർക്ക് ചെയ്യാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. കർത്താവ് എന്നെ ഒത്തിരി മാനിച്ചു, എന്നെ പടിപ്പടിയായിട്ട് കൊണ്ടുവന്നു. പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കൂടെ ഞാൻ കടന്നു വരുന്നെങ്കിലും യാന്ത്രികമായിട്ട് ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നതല്ലാതെ ദൈവവുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ശബ്ദം കേട്ട് ദൈവം ആഗ്രഹിക്കുന്ന വലിയൊരു നിലവാരത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. കാര്യം അങ്ങനെയുള്ള ഒരു ആത്മീയ അന്തരീക്ഷമായിരുന്നു ഞങ്ങളെ യവനക്കാരുടെയൊക്കെ ഒരു ആത്മീയ അന്തരീക്ഷം. അപ്പ് ഡൗൺ സ്പിരിച്വാലിറ്റി ആണല്ലോ. നമ്മളൊരു ആവശ്യം വരുമ്പോൾ ദൈവത്തോട് അടുക്കും, പിന്നെ നമുക്ക് ദൈവത്തോട് വലിയൊരു അറ്റാച്ച്മെന്റ് വെക്കത്തില്ല. പക്ഷേ കർത്താവിന് എന്നെ കൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശമുള്ളത് കൊണ്ട് എന്നെ ചില വിഷയങ്ങളിൽ കർത്താവ് അനുവദിക്കുകയും ഞാനൊരു ബിസിനസ്സിലേക്ക് സ്റ്റെപ്പ് വയ്ക്കാനിടയായി തീർന്നു. അങ്ങനെ സ്റ്റെപ്പ് വെച്ച് ബിസിനസ് ആദ്യം ഭയങ്കരമായ വിജയമായിരുന്നു. ഒരു IT കമ്പനി പോലെ ആയിരുന്നു ബിസിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കരമായ വിജയമായിരുന്നു. ഇഷ്ടംപോലെ സാമ്പത്തികം കൈ വന്നു. ആ ചെറുപ്രായത്തിൽ എനിക്ക് സാമ്പത്തികം മാനേജ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. എങ്ങനെയാണ് സാമ്പത്തികം പരിപാലിക്കുന്നത്, സേവ് ചെയ്ത് സൂക്ഷിക്കണം, ഭാവിയിലേക്ക് വേണ്ട ഒരു കരുതൽ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയൊന്നും ഇല്ല. കിട്ടുന്നതും ചെലവഴിക്കാം, പിന്നെ വരുമല്ലോ അത് പിന്നെ ചെലവഴിക്കാം, അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു. പക്ഷേ പെട്ടെന്ന് അടിയൊഴുക്കുകളിൽ കൂടെ എന്റെ സാമ്പത്തികമായ വരവ് നിന്നതുകൊണ്ട് ഞാൻ എന്റെ നിലനിൽപ്പിന് വേണ്ടി കടം വാങ്ങി ചെലവഴിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ വലിയൊരു ഭാരിച്ച ബാധ്യത എന്റെ ജീവിതത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ദൈവത്തോട് ഭയങ്കരമായ ഒരു നിലവിളിയിലേക്ക് ഞാൻ അടുത്തു വരുന്നതും. ദൈവം ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് കർത്താവിനോട് എന്നെ കൂടുതൽ അടുപ്പിക്കുകയും, ഏത് പ്രശ്നം ജീവിതത്തിൽ വന്നാലും, എത്ര മുങ്ങിപ്പോകുന്ന പ്രശ്നം ജീവിതത്തിൽ വന്നാലും, എത്ര പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രശ്നം ജീവിതത്തിൽ അനുവദിക്കപ്പെട്ടാലും അതിലെല്ലാം ദൈവം നമ്മളോട് കൂടെയുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ അനുവദിക്കുന്നത് നന്മയ്ക്കാണെന്നും നമ്മൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം കർത്താവിന്റെ സന്നിധിയിൽ ഉണ്ടെന്നും എന്റെ ജീവിത അനുഭവങ്ങളിൽ കൂടെ എനിക്ക് മനസ്സിലായി. ഞാൻ അനേക കഷ്ടങ്ങളിൽ കൂടെ കടക്കേണ്ടി വന്നു. എന്റെ ജീവിതത്തിൽ ഏറ്റവും താഴ്ന്ന ഒരു അനുഭവത്തിലേക്ക്, അതായത് സാമ്പത്തികമായി ഏറ്റവും താഴ്ന്ന ഒരു അനുഭവത്തിലേക്ക്, ആത്മീയമായി ഞാൻ ഏറ്റവും ഒരു ബാലപാഠം പഠിക്കുന്നത് പോലെ എന്റെ ജീവിതത്തിൽ ഞാൻ ചെറിയ അനുഭവത്തിലേക്ക് ഞാൻ വന്നു. ഞാൻ ബേസിക്കലി, അതായത് ഏറ്റവും ചെറിയൊരു അനുഭവത്തിൽ നിന്ന് എന്റെ ആത്മീയ ജീവിതം പണിയത്തക്ക വിധം ഞാനൊരു മാനസികമായി തകർക്കപ്പെട്ട ഒരു വ്യക്തിയെ പോലെയായി ഞാൻ ആ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ എന്റെ ജീവിതത്തെ പണിയുവാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അനേകം നഷ്ടങ്ങൾ വന്നു. എന്റെ സ്വപ്നങ്ങളെല്ലാം ദൈവം പൊളിച്ചു കളഞ്ഞു. എന്റെ ആഗ്രഹങ്ങളെല്ലാം ദൈവം പൊളിച്ചു കളഞ്ഞു. അതായത് ദൈവഹിതമല്ലാത്ത ആഗ്രഹങ്ങൾ പലപ്പോഴും അപകടത്തിലേക്കും മരണത്തിലേക്കും കൊണ്ടുപോകുമെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. ദൈവഹിതമില്ലാത്ത ചില ആഗ്രഹങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം പൊളിച്ചു കളയുന്നത് ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ ദൈവം നമ്മളെ സൂക്ഷിക്കാനാണെന്ന് വലിയ നമ്മുടെ കണ്ണുകളിൽ കാണാത്ത, നമ്മുടെ ചിന്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വലിയ അപകടങ്ങളിൽ നിന്ന്, മറഞ്ഞിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് നമ്മളെ സൂക്ഷിക്കാനാണ് ചില ചെറിയ അനർത്ഥങ്ങളും ചെറിയ അപകടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്ന് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ നഷ്ടപ്പെട്ട ബിസിനസിന്റെ അനുഭവങ്ങളെല്ലാം ഞാന്
തിരികെ പിടിക്കാൻ നോക്കിയെങ്കിലും മാനുഷികമായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. കാരണം ഒരു വശത്ത് ജീവിക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ടായിരുന്നു, സാമ്പത്തികമായിട്ടുള്ള ആവശ്യം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ലോകത്തിന്റെ വഴിയിലേക്ക് എന്റെ ബുദ്ധി കടന്നുപോയത്, അത് സത്യം പറഞ്ഞാൽ ദൈവത്തിലുള്ള അമിത ആശ്രയം ഇല്ലാതെ പോയത് എന്റെ ജീവിതത്തിൽ വലിയൊരു പരാജയമായി പോയി. ഞാൻ ദൈവത്തെ ഒരു എന്റെ ആവശ്യങ്ങൾക്ക് മാത്രം സമീപിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു എന്റെ ആത്മീയ അനുഭവം. ബാക്കിയുള്ള സമയത്ത് എന്റെ ബുദ്ധി പ്രയോഗിച്ച് ജീവിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അതെന്റെ ജീവിതത്തിൽ വലിയൊരു പരാജയത്തിന് കാരണമായി തീർന്നു. കാരണം കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് ബുദ്ധി ഉപദേശിച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവത്തിന്റെ ശബ്ദം കേട്ട് മാത്രമേ നമ്മൾ എന്തിനും എടുത്തു ചാടാവൂ. ദൈവത്തിന്റെ ശബ്ദം കേട്ട് മാത്രമേ നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു പ്രവർത്തനം ആരംഭിക്കുക. ഒരു തുടക്കം ദൈവ ശബ്ദം കേട്ട് ദൈവം അനുകൂലമെങ്കിൽ മാത്രമേ ചെയ്യാവൂ എന്ന് എന്റെ ആ ചെറുപ്രായത്തിൽ, ഏകദേശം 25ഓളം വയസ്സായ പ്രായത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ എന്റെ ആത്മീയ പാഠങ്ങൾ ഞാൻ ഇങ്ങനെ പഠിച്ചിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ കുറച്ച് നാളുകൂടെ ഞാനിങ്ങനെ മുന്നോട്ട് പോയി എന്റെ ജീവിതത്തിൽ അറിയാതെ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം ദൈവം എന്നോട്, കർത്താവിനോട് അടുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മറുവശത്ത് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ അങ്ങനെ സ്വന്തമായിട്ട് പ്ലാനും ദൈവം എനിക്ക് തന്ന പച്ചപ്പ്, എനിക്ക് തന്ന ഉയർച്ചയും ഈ കഴിഞ്ഞ പോയ നഷ്ടത്തിൽ നിന്ന് ഒരു എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി തന്നത് ദൈവം എന്നുള്ള കാര്യം സത്യത്തിൽ ഞാൻ മറന്നുപോയി എന്ന് വേണം പറയാൻ. അങ്ങനെ ഞാൻ ദൈവത്തെ മറക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോയി വീണ്ടും എന്റെ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പേരൂർക്കടയില് ഞാൻ സ്വന്തമായിട്ടൊരു ഓഫീസ് എല്ലാം തുറന്ന് വലിയ എലാബറേഷൻ രീതിയിൽ കാര്യങ്ങൾ ഞാൻ ചെയ്തങ്ങനെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം, കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഒരു ദിവസം പെട്ടെന്ന് രാത്രി 2 മണിയായപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലാൻസ് ഒക്കെ ചെയ്ത് 5 ഇയർ പ്ലാൻ ഒക്കെ ചെയ്ത് കുറെ കാര്യങ്ങൾ പദ്ധതിയൊക്കെ ചെയ്ത് ഞാൻ നല്ല രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്ത് ഡയറ്റ് ഒക്കെ നോക്കി ഇഷ്ടംപോലെ ആവശ്യത്തിന് ഫുഡെല്ലാം കഴിച്ച് എന്റെ ഹെൽത്തിനെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ഡോക്ടേഴ്സിനെ റെഗുലർ ആയിട്ട് ചെക്കപ്പിനൊക്കെ പോയി എല്ലാം മോണിറ്റർ ചെയ്യുന്ന, എന്റെ ഹെൽത്തിനെ മോണിറ്റർ ചെയ്യുന്ന നല്ലൊരു അവസ്ഥയിൽ പോകുന്ന ഒരു സമയത്തായിരുന്നു പെട്ടെന്ന് എന്റെ BP ഭയങ്കരമായിട്ട് കൂടുവാനിടയായി തീർന്നു. ഒരു ദിവസം ഏകദേശം രാത്രി 2 മണിയായപ്പോ എന്റെ BP ഭയങ്കരമായിട്ട് കൂടുവാനും, എന്റെ BP കൂടി, അന്നാണ് ജീവിതത്തിൽ BP കൂടുന്ന അനുഭവം എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചറിയുന്നത്. അതുവരെ BP കൂടുക എന്നൊരു അനുഭവം ചരിത്രത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല എന്റെ ലൈഫില്. പക്ഷെ BP കൂടിയ അനുഭവം വന്നപ്പോഴെനിക്ക് മനസ്സിലായി, ഇത് മരണത്തിന്റെ വാതിൽ പോലെ എനിക്ക് തോന്നി. എന്റെ ശരീരത്തിൽ എന്തോ സംഭവിക്കുന്നു എന്ന് തോന്നി. പെട്ടെന്ന് എന്റെ 2 കൈയിലെയും ബലം നഷ്ടപ്പെട്ടു, 2 കാലിലെയും ബലം നഷ്ടപ്പെട്ടു. എന്റെ ഓർമ്മ നഷ്ടപ്പെടുന്നത് പോലെ, എന്റെ മുഖത്ത്, അതായത് എന്റെ ജീവിതത്തിൽ എന്റെ തലയിൽ ഇരുട്ട് വന്ന് കയറുന്ന പോലെ തോന്നി. എന്റെ ശരീരത്തിലെ കനം കുറയുന്ന പോലെ തോന്നി. ഞാൻ വീഴുവാൻ തുടങ്ങുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ ദൈവമേ എന്നൊരു വിളി വിളിച്ചു. കാരണം അപ്പോൾ ഞാൻ കാണുകയാ, എനിക്ക് എന്റെ മുമ്പിൽ ഒരു വലിയ കുഴി റെഡിയായിരിക്കുക. ഈ കുഴിയിലേക്ക് വീഴാൻ പോകുന്ന പോലെ ഞാൻ നിൽക്കുക. അതായത് മരണം എന്നെ വന്ന് പെട്ടെന്ന് അങ്ങ് പിടിക്കുന്ന ഒരു അനുഭവമാണ് വന്നത്. ഞാൻ വിളിച്ച ആ ദൈവമേ എന്ന് വിളി സത്യം പറഞ്ഞ ദൈവം കേട്ടു. അന്നാണ് എന്റെ ഹൃദയവും എന്റെ ജീവൻ കൊടുത്ത് ദൈവത്തെ വിളിച്ചത് ഞാൻ അന്നാണ് എന്ന് വേണം പറയാൻ. കാര്യം ഇതുപോലൊരു അനുഭവം വന്നപ്പോഴാണ് ഞാൻ ഭയന്നത്. അതുവരെ ഞാൻ ഭയന്നില്ല. മനുഷ്യനെ ഭയമില്ല, ലോകത്തെ ഭയക്കേണ്ട കാര്യമില്ല, ദൈവത്തെയും ഭയക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു അനുഭവത്തിലാണ് ഞാൻ ജീവിച്ചത്. പക്ഷേ എന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ ഭയം വന്നത് എന്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് ക്ഷയിച്ച് എന്റെ മരണത്തിലേക്ക് ഞാൻ സ്റ്റെപ്പ് വെച്ച ആ സമയത്താണ് എനിക്ക് പെട്ടെന്ന് ദൈവമേ എന്ന് വിളിക്കാൻ തോന്നി. ഞാൻ ദൈവത്തോട് ഞാൻ കരഞ്ഞതും. ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത് ഞാൻ വായിച്ചപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നീതി ചെയ്ത് ദൈവപ്രസാദത്തോടെ ജീവിച്ചാൽ ജീവനോടിരിക്കും, അല്ലെങ്കിൽ മരിച്ചു പോകുമെന്നുള്ളൊരു വചനം എന്റെ കണ്ണിൽ പതിയും. ഞാൻ എന്റെ തലയിൽ ബൈബിള് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ എന്റെ ബൈബിള് കമഴ്ത്തി വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാനിടയെ തീർന്നു. ഞാൻ നിലവിളിക്കാനിടയെ തീർന്നു, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. രാത്രി സമയമാ, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലമാ. എന്റെ ജീവിതത്തിൽ വന്ന അനുഭവം എന്നെ വളരെ ഭയപ്പെടുത്തുവാനിടയായി തീർന്നു. ഒരു വശത്ത് പിശാച് നിന്ന് പറയുകയാണ്, വാ നമുക്ക് പോകാൻ സമയമായി. മറുവശത്ത് യേശു ദൈവത്തോട് പറയുന്നത് ഞാൻ കേൾക്കുന്നു, അവൻ 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ക്കും. ഒരു വശത്ത് പിശാച് വീണ്ടും പറയുന്നു, ഇവൻ പാപിയാണ്, ദൈവത്തെ അനുസരിക്കാത്തവനാണ്, ദൈവം നന്മ കൊടുത്തിട്ടും ദൈവത്തോട് മറുതലിക്കുന്നവനാണ്, ഇവനെ നരകത്തിലേക്ക് വിടണം. മറുവശത്ത് യേശു ദൈവത്തോട് പറയുന്നു, അവൻ 1 വർഷം കൂടെ നിൽക്കട്ടെ പിതാവേ, അവൻ ഫലം കായ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ അപ്പുറം ഇപ്പുറം കേൾക്കുമ്പോഴാണ്
എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ വളരെ ഭയത്തോടെ ചിന്തിക്കാനിടയായി തീർന്നു. അതുവരെയും ജീവിതം ഒരു തമാശ പോലെയാണ് ഞാൻ കണ്ടത്. ജീവിതം എന്ന് പറയുന്ന ഒരു കാര്യമായിട്ടുള്ള ഗൗരവം ഞാൻ ജീവിതത്തിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഈ ഒരു വശത്ത് പിശാച് പറയുന്ന ഇവനെ കൊണ്ടുപോകാൻ ഞാനിപ്പോ, മറുവശത്ത് യേശു പിതാവിനോട് വാദിക്കുക, പിതാവേ അവൻ ഒരു വർഷം കൂടെ നിൽക്കട്ടെ, അവൻ ഗുണപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്കുള്ള പ്രതീക്ഷ, എന്നിൽ യേശു പ്രതീക്ഷ വച്ചിരുന്നു. അപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടത്, എന്നെ കുറിച്ച് യേശു പ്രത്യാശിക്കുകയാണ്. എന്റെ മരണകരമായ സാഹചര്യത്തിന്റെ നടുവിലും യേശുവിനോട് എന്നോടുള്ള സ്നേഹം, യേശു എനിക്ക് വേണ്ടി വാദിക്കുന്നത് ഞാൻ കേട്ടപ്പോൾ എന്റെ ഉള്ളു ഉരുകുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഒത്തിരി കരഞ്ഞു. ഞാൻ ദൈവത്തെ അറിയാത്തവനായി. ഞാൻ എത്രയോ പ്രാവശ്യം എവിടെയെല്ലാം വെച്ച് തകരപ്പെട്ടു പോയതാ, എവിടെയെല്ലാം വെച്ച് ഞാൻ നശിച്ചു പോയതാ. അവിടെയെല്ലാം എന്നെ താങ്ങിയത് ദൈവമാണെന്ന് ഞാൻ ഓർക്കാതെ, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുക്കാതെ, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സ്നേഹം ആരാധനയായി കൊടുക്കാതെ, ദൈവത്തോട് ചേർന്നിരിക്കാതെ എന്റേതായിട്ടുള്ള ലോകത്തിന്റെ വഴികളിലെല്ലാം ഞാൻ പോയി. നേരിട്ടതോ തകർച്ചയായിരുന്നു. പിശാചിന്റെ കയ്യിൽ ഞാൻ ആയിരുന്നിട്ടും എനിക്ക് വേണ്ടി വാദിക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ ഞാൻ എന്റെ ഉള്ളുരുകി. ഞാൻ ഒത്തിരി കരയാനിടയിൽ തീർന്നു. ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് ഒരു അവസരം തരാമോ? എന്റെ പാപത്തെ ക്ഷമിക്കാമോ? എന്റെ കുറവുകളെ കഴുകി എന്നെ ശുദ്ധീകരിക്കാമോ? എന്നെ വെടിപ്പാക്കാമോ? എന്നെ നിർമ്മലീകരിക്കാമോ? ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് ഞാൻ ദൈവസേനയിൽ തീരുമാനമെടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ ദൈവസേനയിൽ തീരുമാനമെടുത്ത് ഏകദേശം 4 മണിക്കൂർ ഞാൻ മരണവെപ്രാളപ്പെട്ടു. 4 മണിക്കൂർ മരണവെപ്രാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ICUയിൽ സീരിയസ് ആയിട്ട് ഒരു രോഗി ഒബ്സർവേഷനിൽ, വെന്റിലേറ്ററിൽ ആക്കുന്നതിന് തൊട്ട് മുമ്പേ ഒബ്സർവേഷനിൽ ഇരിക്കുന്ന വളരെ സീരിയസ് അവസ്ഥ, സത്യം പറഞ്ഞ വെന്റിലേറ്ററിൽ ആക്കേണ്ട അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നുപോയി. 4 മണിക്കൂർ ഞാൻ കടന്നുപോയി. ആ സമയത്ത് ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്താൽ മിനിമം ഇന്നത്തെ ചെലവനുസരിച്ച് ഒരു 20 ലക്ഷം പോലും കയ്യിലില്ലെങ്കിൽ ആശുപത്രി എടുക്കത്തില്ല. കാരണം അങ്ങനത്തെ ഒരു മാനസിക ശാരീരിക അവസ്ഥയിലേക്ക് ഞാൻ തള്ളപ്പെട്ടു. ഞാൻ പ്രാർത്ഥിച്ച് യേശുവിന്റെ രക്തം പറഞ്ഞ് വെള്ളം കുടിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു വിശ്വാസത്തോടെ ഞാൻ യേശുവിന്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിച്ച് 3-4-5 ഗ്ലാസ് എല്ലാം കൂടെ 2 ലിറ്ററിലധികം 4 ലിറ്ററോളം വെള്ളം ഞാൻ കുടിച്ചു എന്ന് വേണം പറയാൻ. ദൈവം എനിക്ക് ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോ ഭയങ്കര സമാധാനം തന്നു. എന്റെ ആ മരണകരമായ കെട്ടു മാറിയിട്ട് എന്റെ ഹൃദയത്തിൽ ഭയങ്കര സമാധാനം. കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ഞാനിതാ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചിട്ട് പോവാ. എന്റെ സമാധാനം തരുക, ലോകം തരുന്നത് പോലെയല്ല. ഈ സമാധാനം ജീവിതത്തിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്നോട് ദൈവം കരുണ കാണിച്ചു, എന്നെ മരണക്കെട്ടിൽ നിന്ന് വിടുവിച്ചു. ഇത്രയും സമയം ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ കരയുകയായിരുന്നു, ഉള്ളിന്റെ ഉള്ളിൽ ഞരങ്ങുകയായിരുന്നു, ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയായിരുന്നു, എന്റെ പ്രാണന് വേണ്ടി കേഴുകയായിരുന്നു. അങ്ങനെ കർത്താവ് എന്നെ വിടുവിച്ചു. ഞാൻ വീട്ടിലേക്ക് വന്നു. ഞാൻ ബിസിനസ് ചെയ്ത് സിറ്റിയിലായിരിക്കുകയായിരുന്നു. ഞാൻ വിശ്രമിക്കാൻ വേണ്ടി എന്റെ ഭവനത്തിലേക്ക് വന്നു. എന്റെ സഹോദരൻ എന്നോട് കരുണ കാണിച്ചു, മാതാപിതാക്കൾ കരുണ കാണിച്ചു. എനിക്ക് പെട്ടെന്ന് റൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കി റെസ്റ്റ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥന ആരംഭിച്ചു. ഏത് പ്രവാചകൻ, ഈ BP ഒക്കെ വരുന്നതിന് മുമ്പേ ഏത് പ്രവാചകൻ എന്റെ തലയിൽ കൈവച്ചാലും അവര് പറയും, ലോകത്തിന് വേണ്ടി, ലോകത്തിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകാശിക്കാൻ വേണ്ടി, ജ്വലിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാ. അപ്പൊ ഞാൻ ഈ പ്രവാചകൻ എല്ലാവരും പറയുന്ന കേട്ട് ഞാൻ അങ്ങ് എന്ത് ചെയ്യായിരുന്നു, ഞാൻ അങ്ങ് ത്രസിച്ചിരിക്കുമായിരുന്നു. എനിക്ക് ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാൻ ആന്ധ്രയില് ഒരു മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ചെറിയ മീറ്റിങ്ങിനാണ് പോയ. അപ്പൊ അവിടുത്തെ ഒരു ചെറിയ ഓപ്പൺ എയർ കൺവെൻഷന്, മിനി കൺവെൻഷനാണ്. ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ആ പ്രസംഗം കേട്ടിട്ട് അവിടുത്തെ ഒരു സിസ്റ്ററും കുഞ്ഞുങ്ങളും, ഈ പ്രസംഗിക്കുന്ന യേശുവിനെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം എടുത്ത് ചാക്കിൽ കെട്ടിക്കൊണ്ട് നട റോട്ടിൽ കളഞ്ഞു. ഈ പ്രസംഗിക്കുന്ന യേശുവിനെ വേണമെന്ന് പറഞ്ഞു. ആ ഭവനത്തിലുള്ള ഏകദേശം 4ഓളം വ്യക്തികൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അന്ന് രക്ഷിക്കപ്പെട്ടു. ഈ മെസ്സേജ് കേട്ടിട്ട് ഞങ്ങളുടെ അന്നത്തെ കൺവെൻഷൻ കഴിഞ്ഞ് ഈ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് അവരെ ബ്ലസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇതേപോലെ കുറെ പ്രവർത്തികൾ കർത്താവ് എന്നിൽ കൂടെ ചെയ്തു. ഇടയ്ക്ക് കുറച്ച് ട്രാക്ട് ഒക്കെ കൊടുക്കാൻ വല്ലപ്പോഴും പോകും. ഞാൻ ചിന്തിച്ചിരുന്ന എന്റെ ജീവിതത്തില് ഭയങ്കരമായ മുത്തുക്കളാൽ എനിക്കുള്ള നിത്യകിരീടം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ആത്മീക ജീവിതം വലിയ ഗൗരവമായിട്ട് എടുക്കാതെ ജീവിക്കുകയായിരുന്നു. പക്ഷെ ദൈവം ആഗ്രഹിച്ചത് കുറച്ചുകൂടെ കർത്താവിനോട് അടുത്ത് വരിക, കുറച്ചുകൂടെ ദൈവത്തോട് അടുത്ത് വരിക, കുറച്ചുകൂടെ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുക എന്നൊരു ആത്മീയ അനുഭവത്തിലാണ് ദൈവം എന്നെ കുറിച്ച് പ്രതീക്ഷിച്ചത്.
അങ്ങനെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ BP കൂടിയ അനുഭവം വന്നതുകൊണ്ട്, പെട്ടെന്ന് മരണകരമായ ഒരു അനുഭവം വന്നതുകൊണ്ട് ഞാൻ ആത്മീയ ജീവിതത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. പ്രവാചകന്മാര് എന്നോട് പറയുന്ന എല്ലാം ദൂതാണ്, പക്ഷെ എവിടെയോ എനിക്ക് കുറവ് സംഭവിച്ചു, എവിടെയോ എനിക്ക് വീഴ്ച സംഭവിച്ചു, എവിടെയോ എനിക്ക് അടിയൊഴുക്ക് സംഭവിച്ചു, എവിടെയോ ഞാൻ ശരിയാകേണ്ട രീതിയിൽ ശരിയായിട്ടില്ല, എവിടെയോ എനിക്ക് പരാജയം വന്നു എന്ന് ആത്മീയമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥന ആരംഭിച്ചു. ഞാൻ പറഞ്ഞു, ദൈവമേ, പ്രവാചകന്മാർ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ദൈവം എന്നോട് സംസാരിക്കുന്നതാണ്. ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ ഞാൻ എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു BP കൂടി അനുഭവം വന്നത്? എനിക്ക് എവിടെയാ പരാജയം? അപ്പച്ച, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ തോറ്റുപോകും, ഞാൻ പരാജയപ്പെട്ടു പോകും. ഇനി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷെ എനിക്ക് മരണം വരെ സംഭവിക്കാൻ. കർത്താവെ, ദൈവം എന്നോട് പറയപ്പച്ച, എനിക്ക് എവിടെ പരാജയം വന്ന്, ഞാൻ എവിടെ തോറ്റുപോയി, എന്റെ ജീവിതത്തിലെ കുറവുകൾ എന്തൊക്കെയാ, ഞാൻ എവിടെ ശരിയാകേണ്ടത്, ഞാൻ എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ എന്നെ തന്നെ ബിൽഡ് ചെയ്യേണ്ടത്, ആത്മീയമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ഞാൻ എന്നെ എങ്ങനെയൊക്കെ പണിയേണ്ട, കർത്താവെ എന്നെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് വളരെ താഴ്മയോടെ ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയ സമയത്തിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്താ പറ്റിയത്, എനിക്ക് എന്താ പറ്റിയത്, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരണം, എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഞാൻ വളരെ ഭയത്തോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ പെട്ടെന്ന് ദൈവം എന്റെ ആത്മാവിനെ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ സമയത്ത് പിശാച് പ്രാർത്ഥിക്കാൻ ഒന്നും അനുവദിച്ചില്ല, ഭയങ്കരമായ ക്ഷീണമൊക്കെ കൊണ്ടുവന്നെങ്കിലും ഞാൻ ഉറച്ചൊരു തീരുമാനമെടുത്തു. ഇന്ന് ദൈവശബ്ദം കേട്ടിട്ട് മാത്രമേ, ദൈവത്തിന്റെ ഒരു ഇന്റർവെൻഷൻ എനിക്ക് കിട്ടിയിട്ടേ ഞാൻ എഴുന്നേൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ മുട്ടിന്മേൽ നിന്ന് കരയാൻ തുടങ്ങി. ദൈവം പെട്ടെന്ന് എന്റെ ആത്മാവിനെ ഒരു വീതിയിൽ ഇങ്ങനെ കൊണ്ടുപോവുക. ഒരു അരണ്ട വെളിച്ചമുള്ള വീതിയാണ്. ഉദാഹരണം പറഞ്ഞാൽ, പന്തം കൊളുത്തി രണ്ട് വശത്തും വച്ചിരുന്നാൽ എങ്ങനെയാണോ വെളിച്ചം കിട്ടുന്നത്, അതുപോലെ അരണ്ട വെളിച്ചമുള്ള ഒരു സ്ഥലം, ഒരു ശുഭ്രമായ നല്ലൊരു വീതി എന്ന് തോന്നും വിധം നല്ലൊരു വീതി എന്ന് തോന്നും. ആ വീതിയിൽ കൂടെ ഞാൻ ഇങ്ങനെ പോവുക. ഈ വീതി ഏകദേശം 100 മീറ്റർ പോകണ്ട. ഈ 100 മീറ്ററോളം ഇങ്ങനെ പൊക്കഴിയുമ്പോ പെട്ടെന്ന് വലത്തോട്ടൊരു ടേണിംഗ് ആണ്. ഈ വലത്തോട്ട് ടേൺ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ വീതി ചെന്ന് എത്തുന്നത് എവിടെയാണെന്നറിയാമോ? കത്തുന്ന അതിഭയാനകമായ നരകത്തിന്റെ വാതിൽ. ഈ വീതി കഴിഞ്ഞ് ടേണിംഗ് കഴിഞ്ഞ ഒരു വലിയ വാതിൽ, ആ വാതിലിന്റെ കട്ടള പോലെ തോന്നുന്ന ആ സ്ഥലമെല്ലാം തീ ഇങ്ങനെ കത്തി പടരുകയാണ്. ഈ കട്ടള പോലുള്ള അതായത് വാതിലിന്റെ ഭാഗം കഴിഞ്ഞ് താഴേക്ക് സ്റ്റെപ്പുകളാണ്. അങ്ങ് താഴേക്ക് ഈ സ്റ്റെപ്പ് ചെന്ന് ഇറങ്ങുന്നത് തീയിലേക്ക്. ഞാന് ആ വളവിൽ ചെന്ന് ഈ തീ കാണുന്നത് വരെയും എനിക്ക് അറിയത്തില്ലല്ലോ അതിനപ്പുറം എന്താന്നുള്ളത്. ഞാൻ ഭയങ്കര ഭംഗിയായിട്ട് അങ്ങ് പോവുകയാ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വളവ് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോ കണ്ട തീ കണ്ടത് ഞാനിങ്ങനെ അറച്ചു. അതായത് ഞാൻ തെരഞ്ഞെടുത്ത വഴി തീയാ. അപ്പൊ ഈ തീ കണ്ടത് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ പുറകോട്ട് ഓടാൻ വേണ്ടി ശ്രമിച്ചു. എനിക്ക് പുറകോട്ട് ഓടാൻ കഴിയുന്നില്ല. എനിക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാം, പുറകോട്ട് പോകത്തില്ല. മുന്നോട്ട് വയ്ക്കും തോറും ആ വഴി തീർന്നു വരികയാണ്. അതിഭയാനകമായിട്ട് എനിക്ക് തോന്നി. അതായത് ഞാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നു, എനിക്ക് പുറകോട്ട് പറ്റുന്നില്ല, വഴിയില്ല. പുറകോട്ട് എല്ലാം അടഞ്ഞതുപോലെ, ഒരു ഭയങ്കരമായ ഭീമമായ മതിൽ പോലെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ, ഞാൻ വെറും ഒരു ബലഹീനനെ പോലെ എനിക്ക് തോന്നി. ഞാന് എന്നോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും, പുറകോട്ട് പോകാൻ കഴിയുന്നില്ല? അപ്പോൾ എന്നെ ഇതുവരെ കൊണ്ടുവരാൻ ഏൽപ്പിച്ച ഒരു ദൂതൻ എന്റെ അടുത്ത് നിൽപ്പുണ്ട്. ആ ദൂതൻ പറഞ്ഞു, നീ തെരഞ്ഞെടുത്ത വഴി ഏത് വഴിയാ? ഈ വഴിയാ, മരണത്തിന്റെ വഴിയാ, ജീവന്റെ വഴിയല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? നീ ചെന്നങ്ങ് ഇറങ്ങിക്കൊള്ളുക. ഞാൻ വീണ്ടും തീയിലേക്ക് നോക്കി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ തീയിലേക്ക് ഞാൻ ഒന്നുകൂടെ നോക്കി. ഈ ലോകത്തിലെ ചപ്പും ചവറും തടികളും വിറകുകളും എല്ലാം ഇട്ട് കത്തിച്ചാലും, ഈ ലോകത്തിലെ മുഴുവൻ ചവറുകളുടെയും വിറകുകളുടെയും കാര്യം പറയുന്നത്, ആ തീയുടെ ഒരംശം പോലും മരത്തില്ല. സമുദ്രത്തിൽ വെള്ളം ഇളകി മറിയുന്നത് പോലെ ആ തീ ഭയാനകമായി വലിയൊരു തീക്കടല. നമുക്ക് എണ്ണി തീർക്കാൻ പറ്റത്തില്ല അതിന്റെ വലിപ്പം. എത്ര ചതുശ്ര കിലോമീറ്റർ ഉണ്ടെന്ന്, അത്രയ്ക്കും ഭയാനകമായ വലിപ്പമുള്ള തീ കൊണ്ട് ഇങ്ങനെ വെള്ളം പോലെ തീ മറിയുന്ന
സ്ഥലം ഞാൻ കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് നിലവിളിച്ചു. എന്റെ ജീവിതത്തിൽ അന്ന് വരെ ഞാൻ വിളിച്ചിട്ടില്ല ഇതുകൂടെ നിലവിളി. ഞാനിപ്പോൾ ഇരിക്കുന്ന റൂമോ, നമ്മളൊരു ഭൂമിയിൽ ഒരു പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ നിലവിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു 10, 20 മീറ്ററോ 200 മീറ്ററോ കേൾക്കും. പക്ഷെ ഞാൻ അവിടെ നിലവിളിച്ചപ്പോൾ എനിക്ക് മാത്രമേ കേൾക്കാവൂ. അത്രയ്ക്കും ഭയാനകമായ പാതാളത്തിലെ അതിവിശാലമായ സ്ഥലം. ഒരു എക്ക് പോലും തിരിച്ചടിക്കുന്നില്ല. എനിക്ക് മാത്രം എന്റെ നിലവിളി കേൾക്കാവൂ. എന്നെ കേൾക്കാൻ അവിടെ ആരുമില്ല. ഞാൻ ഭയങ്കരമായി കരഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് ഒരവസരം തരുമോ? ഈ നരകത്തിലേക്ക് ഇത്രയും ഭയാനകമായ തീയാണോ? ഇത്രയും ഭയാനകമായ തീയാണോ? ബൈബിൾ പറയുന്നതെല്ലാം സത്യമാണോ? ഈ ഭയാനകമായ തീയിൽ ഒരു സെക്കൻഡ് ഞാൻ എങ്ങനെ ചെലവഴിക്കും? ഒരു മിനിറ്റ് ഞാൻ എങ്ങനെ ചെലവഴിക്കും? കർത്താവേ എന്നോട് മനസ്സലിയണമേ എന്ന് ഞാൻ നിലവിളിച്ചു. ഞാൻ അതിഭയങ്കരമായി നിലവിളിക്കുക. കാരണം ഇതെന്റെ ജീവിതത്തിലെ അവസാന ചോയ്സ്. ഇനി എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. തീയിലേക്ക് പോയേ പറ്റുള്ളൂ. ഞാൻ ദൂതനോട് ചോദിച്ചപ്പോ ദൂതൻ പറഞ്ഞു, നീ മരിച്ചു വന്നിരിക്കുക. നിന്റെ ശരീരം അഴുകിപ്പോയിട്ട് നിന്റെ ആത്മാവിടെ വന്നിരിക്കുക. ഇനി നിനക്ക് ജീവനിലേക്ക് പോവുക അസാധ്യമാണ്. അതുകൊണ്ടാണ് നിനക്ക് പുറകോട്ട് പോകാൻ കഴിയാത്തത്. ഞാൻ അതിഭയങ്കരമായി വീണ്ടും നിലവിളിച്ചു. അതിഭയങ്കരമായി ഞാൻ വീണ്ടും നിലവിളിച്ചു. നീണ്ട 20 മിനിറ്റുകളുടെ നിലവിളിക്ക് ശേഷം, നമ്മള് നാടൻ ഭാഷ പറയില്ലേ, വിളിച്ച് വിളിച്ച് തൊണ്ടയിൽ വെള്ളം പറ്റിയെന്ന്. വിളിച്ച് എനിക്ക് എത്രത്തോളം അവിടെ നിലവിളിക്കാൻ പറ്റും അതിന്റെ ഉച്ചസ്ഥായിലെത്തി. എനിക്കിനി നിലവിളിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നപ്പോ ഞാൻ കണ്ണു തുറന്നു. ഞാൻ എന്റെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന്. ഞാൻ തപ്പി നോക്കി, തറയെല്ലാം തപ്പി നോക്കുക. മുട്ടിമേലിരിക്കുക, ഞാൻ പായലിരിക്കുക. ഞാൻ നോക്കിയപ്പോ പായാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ അപ്പുറം ഇപ്പുറം നോക്കിയപ്പോ അടുക്കളയിൽ മമ്മിയുണ്ട്, ശബ്ദം കേൾക്കുന്നു. പുറത്ത് ഫാദർ എന്തോ ജോലി ചെയ്യുന്നു. നമ്മുടെ മുറ്റത്തായിട്ട് വിറക് അടുക്കുവോ എന്തോ ചെയ്യുന്നു, ശബ്ദം കേൾക്കുക. എന്നിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് എന്റെ കൈകളിലേക്ക് നോക്കിയപ്പോ എന്റെ കയ്യിൽ മുഴുവൻ തീവൊക്കെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തീയിട്ട വിറക്, പണ്ടൊക്കെ കല്യാണ വീടുകളിലാണോ തീവൊക്കെ നമുക്ക് ഒത്തിരി അനുഭവിക്കാൻ പറ്റുന്നത്. ഈ തീ ആഹാര ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഭാഗത്ത് എവിടെയെങ്കിലും പോയാൽ ആ വിറകിന്റെ ചൂട് ദേഹത്തടിക്കത്തില്ല. ഞാൻ നോക്കിയപ്പോ എന്റെ 2 കൈയിലും ശരീരത്തിലെല്ലാം ഞാൻ ചൂട് തീയുടെ അടുത്ത് നിന്നപ്പോൾ എന്റെ ശരീരത്തില് ആ തീയുടെ വെക്കെന്ന് പറയും, വെക്കെന്ന് നമ്മുടെ മലയാളം നാടൻ ഭാഷ പറയുന്നു. പക്ഷെ ആ തീയുടെ ചായ്വ്, തീയുടെ ചൂട് എന്റെ ശരീരത്തിൽ നിൽക്കുക. ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ മരണഭയത്തോടെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ഭൂമിയിലേക്ക് ഒന്നുകൂടെ നോക്കി, മരങ്ങളൊക്കെ നോക്കി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാനിപ്പോ ഭൂമിയിലാണെന്ന കാര്യം. അത്രയ്ക്കും റിയൽ ആയിരുന്നു. ഇതൊരു സ്വപ്നമല്ലായിരുന്നു. ദൈവം എന്നെ നരകത്തിന്റെ വാതിൽ വരെ കൊണ്ടുപോയതായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് എന്തുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുത്ത ഈ വിശ്വാസ വഴി ജീവന്റെ വഴി ആകാത്തത്? ഞാൻ ദൈവത്തോട് ചോദിച്ച, കർത്താവ് എന്തുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുത്ത ഈ വിശ്വാസത്തിന്റെ വഴി ജീവന്റെ പാതയാകാതെ എന്തുകൊണ്ടാണ് ഇത് നരകത്തിന്റെ പാതയായത്? എനിക്ക് അറിയത്തില്ല പക്ഷെ എവിടെ എനിക്ക് വീഴ്ച സംഭവിച്ചത്, എവിടെ എനിക്ക് തോൽവി സംഭവിച്ചത്? കർത്താവ് ഇങ്ങനെ പോയിട്ട് എന്ത് ശുശ്രൂഷ ചെയ്തിട്ടും എങ്ങനെ പ്രവർത്തിച്ചിട്ടും കാര്യമില്ലല്ലോ. ഞാൻ എന്താ ചെയ്യേണ്ട കർത്താവേ എന്ന് ദൈവത്തോട് ചോദിച്ചു. ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1/2 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഞാൻ പറയണം, അപ്പച്ച ഇനി എനിക്ക് തോൽവി വരല്, എന്റെ വഴി ജീവന്റെ വഴി മാത്രമേ ആകാവൂ, എന്നെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ വളരെ വേദനയോടെ ആ നരകത്തിന്റെ ആ കാഴ്ച എന്റെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുക. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, നരകത്തില് ആ വാതിൽ നിന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, കർത്താവേ എന്നെ അടിച്ചവർ, ഉപദ്രവിച്ചവർ, എന്നെ പീഡിപ്പിച്ചവർ, എന്നെ ചതിച്ച വഞ്ചിച്ചവർ ഒറ്റ മനുഷ്യരും ഈ നരകവാതിൽ വരല്ലേ. അത്രത്തോളം ഭയാനകം, അത്രത്തോളം ഭയാനകം, അത്രത്തോളം ഭീതിയും ഭയാനകവുമായ വാതിൽ. അത്രയ്ക്കും ഭയാനകമാണ്. നമ്മുടെ ശത്രു പോലും വരരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നെങ്കിൽ അതിന്റെ ഭീകരത വർണ്ണിക്കാൻ കഴിയാത്തതാണ്. ഇവിടുത്തെ സയൻസ് കൊണ്ടോ ഇവിടുത്തെ നമ്മുടേതായിരിക്കുന്ന പഠനം കൊണ്ടോ ഒന്നും വർണ്ണിക്കാൻ പറ്റാത്ത അതിഭീകരമായ പിശാചിന്റെ സന്തതികൾക്ക് മാത്രം ഒരുക്കിയിട്ടുള്ള ആ ഭയാനകമായ ദൈവത്തിന്റെ ന്യായവിധിയുടെ ആ നരകവാതിലേക്ക് ഒറ്റ മനുഷ്യനും പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ അങ്ങനെ ഈ ദർശനം കണ്ട ശേഷം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എന്തുകൊണ്ടാ എന്റെ വഴി മരണ വഴി ആയിപ്പോയത്, ജീവന്റെ വഴി ആകാത്ത എന്താ? എന്തുകൊണ്ടാണ് ഞാൻ നരകത്തിലേക്ക് പോയത്?
നരകത്തിന്റെ വാതിലിലേക്ക് എന്റെ ആത്മീയ ജീവിതം പോകാൻ കാര്യം എന്താ? എവിടെയൊക്കെ എനിക്ക് വീഴ്ച പറ്റിയത്, എന്തൊക്കെ ഞാൻ ചെയ്യേണ്ടത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞ, അപ്പച്ച ഇനി എനിക്കൊരു മനുഷ്യന്റെ ശബ്ദം കേൾക്കണ്ട. ഈ ദർശനം മറ്റൊരു മനുഷ്യനോട് പറഞ്ഞാൽ അവര് പറയും എനിക്ക് വട്ടാന്ന് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം എനിക്ക് കാണിച്ചതുകൊണ്ട് ഇതിന് ദൈവം തന്നെ ആൻസർ പറയണം. ഇതിനു വേണ്ടി ഞാൻ മറ്റാരെ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് കർത്താവിനോട് ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവം, ഞാൻ പറഞ്ഞു, ദൈവമേ അങ്ങനോട് സംസാരിക്കണം. ഒരിക്കലത്തേക്ക് അവിടുത്തെ ശബ്ദം എന്നെ കേൾപ്പിക്കപ്പച്ച. ഇനി ഒരു പരാജയം ആവർത്തിക്കപ്പെടാതിരിക്കാൻ കർത്താവ് എന്നോട് സംസാരിക്കപ്പച്ച. എന്റെ എളിയ യാചന ദൈവം കേട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം എന്നോട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, ഞാൻ ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. എന്തുകൊണ്ട് ഞാൻ നരകത്തിന്റെ വാതിലിൽ പോയപ്പച്ച? എന്നോട് പറയപ്പച്ച, എനിക്ക് വേറെ ആരുമില്ലപ്പച്ച പറഞ്ഞു തരാം. ഞാൻ ഇനിയും അതുവഴി പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇനി അതുവഴി പോകാതിരിക്കാൻ എന്നോട് സംസാരിക്കപ്പച്ച, അയിമ്പ ശബ്ദം കേൾപ്പിക്കപ്പച്ച. ദൈവം എന്നോട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, യേശു ശത്രുക്കളോട് എങ്ങനെ പെരുമാറി? ഞാൻ ഞെട്ടിപ്പോയി ഈ ശബ്ദം കേട്ടപ്പോ. എനിക്ക് മറുപടി പറയാൻ ഭയമാ. എങ്കിലും ഉള്ള ചെറിയ അറിവിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പറഞ്ഞു. ദൈവം പറഞ്ഞു, നീ പറഞ്ഞത് ശരി തന്നെ, നീ അങ്ങനെയാണോ ചെയ്യുന്നേ? ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് വാക്കുകളില്ല. സത്യം പറയട്ടെ, ഞങ്ങൾ ഈ വിശ്വാസികളും പാസ്റ്ററുമായിട്ടൊക്കെ നമ്മൾ ഈ നോർമൽ ഒരു ജീവിതം നയിക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്ത്രാന്ന് പറയും. നമ്മുടെ ജഡം മരിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ സ്നാനപ്പെട്ടെങ്കിലും സത്യം പറഞ്ഞ ഈ ചീത്ത പറയുന്നവരും ഒക്കെ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഇടയിൽ തന്നെ കാണാം. പക്ഷേ ശത്രുക്കളോട് യേശു പെരുമാറിയ ഒരു അനുഭവം, സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ യേശുവിന് ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശക്തി ഉണ്ടായിരുന്നിട്ടും യേശുവിനെ ക്രൂശിച്ച സമയം വരെ യേശു എന്ത് ചെയ്തു? മൗനമായിട്ട് നിന്നു. യേശുവിന് തന്നെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എന്ത് ചെയ്തു? യേശു മൗനിയായി നിന്നു. നമുക്ക് യേശു ഒരു മാതൃക വെച്ചിട്ട് പോയി. നമ്മൾ യേശുവിനെ കുറിച്ച് ഒത്തിരി പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ യേശുവിനെ നമ്മൾ മാതൃകയാക്കുന്നുണ്ടോ എന്ന് ഒരു ചോദ്യം എന്റെ മനസ്സിൽ വന്നു. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ദൈവം പറയാ, നീ പറഞ്ഞ ശരിയാ, നീ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് ആൻസർ ഇല്ല. കാരണം ഞാൻ ചെയ്യുന്നല്ല നേരെ തിരിച്ചാ. പ്രൈസ് ദി ലോർഡ്. കാരണം എന്റെ ജഡം മരിച്ചിട്ടില്ലായിരുന്നു. രണ്ടാമത് ദൈവം ചോദിച്ചു. രണ്ടാമത് ദൈവം ചോദിച്ച ചോദ്യം, യേശു എങ്ങനെയാ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപക്കടങ്ങളെ ക്ഷമിക്കണം. ദൈവം പറഞ്ഞു നിർത്തിക്കുക. ഇപ്പൊ പറഞ്ഞ വാക്ക് മാത്രം പറയാൻ പറഞ്ഞു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളോ ക്ഷമിക്കണം. നിത്യത മറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ പ്രാർത്ഥനയിലാണ്. നമ്മൾ സ്നാനപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. ദൈവം എന്നോട് ചോദിച്ചു, നിന്നെ പിന്നിൽ നിന്ന് കുത്തിയവർ, ചതിച്ചവർ, നിന്റെ നന്മകൾ അപഹരിച്ചവർ, നിന്റെ വഴികൾ മുടക്കിയവർ, നിന്നെ കൊല്ലാൻ ശ്രമിച്ചവർ, ഇവരോടെല്ലാം വാസ്തവമായി ഹൃദയം കൊണ്ട് നീ ക്ഷമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവേ, ഇപ്പോഴും കയ്പിരിക്കുക ഊണിനകത്ത്. നീ അവരോട് ക്ഷമിച്ചാൽ മാത്രമേ എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. നിനക്ക് വേണ്ടിയുള്ള വീണ്ടെടുപ്പ് ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. പക്ഷേ നീ അവരോട് ക്ഷമിച്ചാൽ നിനക്ക് വേണ്ടിയുള്ള എന്റെ ക്ഷമ വെളിപ്പെടും. അല്ലെങ്കിൽ നിന്റെ വഴി നരക വഴിയാകുമെന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഇത് കേട്ട മാത്രയിൽ മുകളിൽ നിന്ന് താഴോട്ടൊരു ചുരുള് കർത്താവ് എന്നെ കാണിച്ചു. ഒന്നാമത്തെ വ്യക്തി, എന്റെ ഒന്നാമത്തെ ശത്രു, ഏകദേശം 20ഓളം പേരുടെ പേര്. എത്ര കൃത്യമാണ്! ദൈവത്തിനെല്ലാം കറക്റ്റ് അറിയാം. ദൈവം എന്നോട് പറഞ്ഞു, ഇവരോടെല്ലാം നീ എന്ത് ചെയ്യണം? ക്ഷമ ചോദിക്കണം. ഞാൻ ആ ലിസ്റ്റിലേക്ക് സൂക്ഷിച്ചു നോക്കി കേട്ടോ. ഈ ഒന്നാമത്തെ ശത്രുവിനോട് സത്യം പറഞ്ഞാൽ 50 പൈസയുടെ ദ്രോഹം പോലും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ കാണുമ്പോ അദ്ദേഹത്തിന് ഒരു ഭയങ്കര അസമാധാനം. എന്നോടുള്ള എന്ത് പ്രശ്നമാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ വഴികൾ മുടക്കി എന്റെ ജീവിതത്തെ പ്രശ്നം ഏതെങ്കിലും രീതിയിൽ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞ, കർത്താവ്, ഈ മനുഷ്യനോട് ഞാൻ എന്ത് ദ്രോഹമാ ചെയ്തേ? ഞാൻ ചെന്ന് ക്ഷമ ചോദിക്കണോ? എന്തിനപ്പച്ച ഞാൻ ക്ഷമ ചോദിക്കണം? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ശരി, ഇന്ന തെറ്റിന് ഓർത്ത് ക്ഷമ ചോദിക്കും. ഞാൻ ഈ മനുഷ്യനോട് എങ്ങനെ ക്ഷമ ചോദിക്കും?
ദൈവം വീണ്ടും എന്റെ ചിന്തയെ നരകത്തിലേക്ക് അങ്ങ് കൊണ്ടുപോയി. പെട്ടെന്ന് എന്റെ കണ്ണിൽ ആ നരകം കാണിക്കും. ഞാൻ പറഞ്ഞു, ദൈവമേ ഞാൻ ക്ഷമ ചോദിച്ചോളാം. ഞാൻ ദൈവസന്നിധിയിൽ താണു. അതായത് എന്റെ ജഡം താഴേണ്ടുന്ന പോലെ താഴാതെ, ദൈവസന്നിധിയിൽ വിനയപ്പെടേണ്ടത് പോലെ വിനയപ്പെടാതെ, ജഡീക സ്വഭാവങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ ഞാനെന്ന വ്യക്തിത്വം പൂർണ്ണമായി മരിച്ച് യേശു എന്നിൽ വരാതിരിക്കാൻ തക്കവണ്ണം എന്നിൽ ജഡം ഭയങ്കരമായിട്ട്, ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്ന പോലെ ആ വിഷയം ഭയങ്കരമായിട്ട് പ്രകമ്പനം കൊണ്ടുന്ന സമയമായിരുന്നു. ഞാൻ താണു, ദൈവസന്നിധിയിൽ താണു. പ്രിയപ്പെട്ടവര്, ദൈവം ആഗ്രഹിച്ച നിലവാരത്തിൽ താണ്. ഞാൻ പറഞ്ഞു, കർത്താവെ ക്ഷമ ചോദിക്കാം. ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് സാഹചര്യങ്ങൾ തരണം, ഞാൻ ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 20ഓളം വ്യക്തികളോട് ഞാൻ ക്ഷമ ചോദിക്കുക. ദൈവം ഇവരെല്ലാം എന്റെ കണ്ണുമ്പിൽ കൊണ്ട് തരിക, അവസരങ്ങൾ തരിക ക്ഷമ ചോദിക്കാം. ക്ഷമ ചോദിക്കും തോറും എന്റെ ശരീരത്തിലെ തീ എന്നെ വിട്ടങ്ങ് മാറാൻ തുടങ്ങി. എന്റെ ശരീരത്തിലെ തീയുടെ ചൂട് എന്നെ വിട്ട് മാറാൻ തുടങ്ങി. എന്റെ ശരീരത്തിലെ തീവൊക്കെ എന്നെ വിട്ട് മാറി 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 പോകാൻ തുടങ്ങി. ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, മോനെ, നിന്റെ അകൃത്യങ്ങൾ നിന്നെ മുറുകെ പിടിക്കുന്നുണ്ട്, നീ എന്ത് ചെയ്യണം? നിന്നെ തന്നെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം. ദൈവം എന്നോട് സമയം പറഞ്ഞു, വൈകിട്ട് 8 മണി പ്രാർത്ഥനയ്ക്കിരിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥനയ്ക്കിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ ആദ്യം ദൈവം എന്നെ കാണിച്ച് എന്റെ പാപം ഏതാണെന്നറിയാമോ? എന്റെ 6ാം വയസ്സില് അപ്പോഴും നമ്മൾ കൂട്ടുകുടുംബമാണ്, നമ്മൾ കസിൻസ് എല്ലാവരും താമസിക്കുന്ന ഒരു വീട്ടിലാണ്. എന്റെ മാമന്റെ കുഞ്ഞ്, അതായത് എന്റെ അമ്മയുടെ സഹോദരന്റെ കുഞ്ഞ് തൊട്ടില് കെട്ടി 6 മാസം ആയതേ ഉള്ളൂ. ഇവനെ തൊട്ടില് കെട്ടി അന്ന് സാരി കൊണ്ടൊക്കെ തൊട്ടില് കെട്ടും, ഇങ്ങനെ ഇട്ടിരിക്കുക, നമ്മളെ ഇങ്ങനെ കയറിൽ തൂക്കി അവനെ ഉറങ്ങാൻ കിടത്തിയിരിക്കുക. എന്റെ സ്വഭാവം ഇവനെ ചെന്ന് നുള്ളി തിരിങ്ങി ഉണർത്തുക, ഓടിക്കളയുക. മനസ്സിലായല്ലോ? നുള്ളി തിരികെ ഉണർത്തുക, ഓടിക്കളയുക. 6ാമത്തെ വയസ്സിലെ എന്റെ സ്വഭാവം. ദൈവം ഇതാണ് ആദ്യം എന്നെ ഓർമ്മിപ്പിച്ചത്. ഇതേപോലെ 2-3 സ്ഥലത്ത് വെച്ച് പല കുഞ്ഞുങ്ങളെയും ഞാൻ നുള്ളി വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലായല്ലോ എന്റെ അന്നത്തെ ആ കുഞ്ഞു കുസൃതിയല്ല, എന്റെ അന്നത്തെ വില്ലത്തര സ്വഭാവമാണ്. കർത്താവിന് ഇത് ഇഷ്ടമല്ലായിരുന്നു. ദൈവം പറഞ്ഞു, നീ ഇത് ഏറ്റു പറയണം. ഞാൻ അപ്പോ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്റെ വല്യമ്മച്ചിമാരും അമ്മച്ചിമാരും പറഞ്ഞത് ഒരു അറിവ് വരുന്നവരെയുള്ള പാപങ്ങൾ ദൈവം ക്ഷമിക്കുമെന്നാണല്ലോ, പക്ഷെ എന്തുകൊണ്ട് ദൈവം ഇതിനെ കണക്കിടുന്നു? അപ്പൊ ദൈവം പെട്ടെന്ന് സങ്കീർത്തനം 25:7 പറയുന്നു, ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താ? എന്റെ ബാല്യകാല പാപങ്ങളെ കണക്കിടരുതേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കംപ്ലീറ്റ് ശുദ്ധീകരണമാണ്. ഞാനത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയപ്പോ 2ാമത് ദൈവം എന്നെ വെളിപ്പെടുത്തിയ പാപം ഏതാണെന്നറിയാമോ? എന്റെ സ്കൂളില് ഞാൻ ഏകദേശം ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, നമ്മുടെ സ്കൂളിന്റെ പരിസരത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു അമ്മച്ചി കട നടത്തുകയാണ്. നമ്മൾ സ്ഥിരം മിഠായി മേടിക്കാൻ പോയി ഈ അമ്മച്ചി നല്ല പരിചയമാണ് നമ്മളോട്. അമ്മച്ചിയുടെ 5 രൂപയുടെ മിഠായി കടം മേടിച്ചു. അമ്മച്ചി നാളെ തരാം, അമ്മച്ചി മോനെ കൊണ്ടുപോകുന്നു പറഞ്ഞ് തന്നു. പല പ്രാവശ്യം ഞാൻ അതുവഴി പോയപ്പോ ദൈവം എന്നോട് പറഞ്ഞു, അമ്മച്ചിയുടെ പൈസ കൊടുക്കുക. 5 രൂപയുടെ കാര്യമാ, പക്ഷെ ദൈവത്തിന് ഇത് കണക്കുള്ളതാ. ഞാൻ കൊടുത്തില്ല. നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അമ്മച്ചി നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, പോട്ടെ എന്ന് പറഞ്ഞ അമ്മച്ചിയെ വലുതായിട്ട് ശ്രദ്ധിക്കത്തുമില്ല. പക്ഷെ അന്ന് 5 രൂപ ഉണ്ടെങ്കിൽ ഒരു ചായയും കുടിച്ച് 3-4 ദോശയും കഴിക്കാം. ഒരു നേരത്തെ ആഹാരം കഴിക്കാം 5 രൂപ ഉണ്ടെങ്കിൽ. അന്നത്തെ ഏകദേശം 2003-2004 സമയത്തെ കാര്യമാണ് ഞാൻ പറയും. അന്ന് ബസ്സിന് 1.25 രൂപയേ ഉള്ളൂ ടിക്കറ്റിന്. ഇന്ന് 12 രൂപ 10 രൂപയൊക്കെ ആയി. ഞാൻ പറഞ്ഞു വന്ന വിഷയം, കുറച്ചു ദിവസം കഴിഞ്ഞ് സ്കൂൾ അടപ്പൊക്കെ ആയി, സമയങ്ങളെല്ലാം കഴിഞ്ഞു, അമ്മച്ചി അങ്ങ് മരിച്ചുപോയി, കടയും പൂട്ടിപ്പോയി. ഞാനത് മറന്നു, ഞാൻ വിഷയം മറന്നു. ദൈവം അത് ഓർത്തു വച്ചിരുന്നു. ദൈവം പറഞ്ഞു, നീ എന്തുകൊണ്ട് അമ്മച്ചിയുടെ പൈസ കൊടുത്തില്ല? ചിലപ്പോ അവർക്ക് 5 രൂപ ഉണ്ടെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാമായിരുന്നു. അന്നൊക്കെ ഒരു കടയൊക്കെ നടത്തിയ കൂടിപ്പോയി 50 രൂപയ്ക്ക് വരുമാനം കിട്ടും, അതിൽ 10 രൂപയ്ക്ക് ലാഭം കിട്ടത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാനത് ഒരുപാട് സങ്കടത്തോടെ ഏറ്റുപറയാനിടയായിരുന്നു. കർത്താവ്, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കും. ദൈവം പറഞ്ഞു, 500 രൂപയുടെ 10 കിറ്റ് വാങ്ങി 10 പേർക്ക് നീ കൊടുക്കണം, എങ്കിലേ ഈ പാവം തരത്തുള്ളൂ. മനസ്സിലായോ? ദൈവത്തിന്റെ കണക്ക് മനസ്സിലായോ? ദൈവത്തിന്റെ ആ വിശുദ്ധിയുടെ ആ തീവ്രത നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന ഒരു പാപത്തിന് ദൈവം വച്ചിരിക്കുന്ന കണക്കറിയാമോ? 5 രൂപ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്ത വിഷയത്തിന് കർത്താവിനോട് പറഞ്ഞത് 10 പേർക്ക് 500 രൂപയുടെ വീതം കിറ്റ് വാങ്ങി 10 സാധുക്കൾക്ക് കൊടുക്കണം. ഇതാണ് ദൈവത്തിന്റെ വിശുദ്ധിയുടെ തീവ്രത എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ,
നമ്മൾ എന്തുമാത്രം ശരിയാകേണ്ടിയിരിക്കുന്നു. നിത്യതയുടെ കവാടത്തിലേക്ക് എത്തണമെങ്കിൽ, സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ നിങ്ങൾ ഞാനും എത്തണമെങ്കിൽ നമ്മൾ എന്തുമാത്രം ശുദ്ധീകരണത്തോടെ, എന്തുമാത്രം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച്, എന്തുമാത്രം ദൈവസേനയിൽ എളിമപ്പെട്ട് കർത്താവ് പറയുന്ന പ്രതിവിധികൾ ചെയ്ത് എന്തുമാത്രം നമ്മൾ കർത്താവിന് വേണ്ടി ഒരുങ്ങേണ്ടിയിരിക്കുന്നു എന്ന് ഈ വിഷയങ്ങളിൽ കൂടെ കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. അങ്ങനെ ഏകദേശം 2 മണിവരെ ഞാൻ എന്റെ പാവങ്ങൾ ഏറ്റു പറഞ്ഞു. 8 മണിക്ക് തുടങ്ങിയത് രാത്രി 2 മണിവരെ. ദേഷ്യപ്പെട്ടത്, ഞാന് കള്ളം പറഞ്ഞത്, പിന്നെ കടം മേടിച്ചത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി. ഇന്നും ഞാനത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ കുറവുകൾ, മറഞ്ഞിരിക്കുന്ന ലംഘനങ്ങൾ, അകൃത്യങ്ങളെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എനിക്ക് എന്റെ വാക്കുകളെ സൂക്ഷിക്കാത്ത ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോ 2 വാക്ക് പറയേണ്ടടുത്ത് 4 വാക്ക് പറയും. ചില കാര്യങ്ങൾ ഞാൻ അതിർവരമ്പ് വയ്ക്കാറില്ല. കർത്താവിന്റെ വചനം പറയുന്ന വാക്കുകളുടെ പെരുപ്പത്താൽ ലംഘനം ഉണ്ടാകുന്നു. നമ്മുടെ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ പോലും വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കേണ്ടത്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം എങ്ങനെയോ അറിയത്തില്ല, എന്റെ പ്രാർത്ഥന കുറവ് കൊണ്ടാണ് എങ്ങനെയെന്ന് അറിയത്തില്ല, ഞാൻ ഒരു ദിവസം ഇങ്ങനെ കഴക്കൂട്ട ജംഗ്ഷനിലേക്ക് പോയപ്പോ പെട്ടെന്നൊരു വണ്ടി എനിക്കെതിരെ വരികയാണ്. ഞാൻ ആ വണ്ടിയിൽ ചെന്ന് ഇടിച്ച് എന്റെ കവിളിന്റെ ഈ ഭാഗം മുതൽ ഇതുവരെയും കീറിപ്പോയി. എന്റെ ഹെൽമെറ്റ് അതിലിടിച്ചിട്ട് എന്റെ ഹെൽമെറ്റിന്റെ വൈസർ കൊണ്ട് എന്റെ ഇവിടെ മുതൽ ഇതുവരെയും. എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കുമ്പോൾ കർത്താവ് എന്നെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം ക്ഷണികമാണ്, അല്പകാലത്തേക്ക് വേണ്ടി മാത്രമുള്ള ജീവിതമാണ്. ജീവിതത്തെ സൂക്ഷിക്കുക, വാക്കുകളെ സൂക്ഷിക്കുക. ഞാൻ ഓരോ ദിവസവും കണ്ണാടി നോക്കുമ്പോൾ ഞാൻ ദൈവത്തെ ഭയപ്പെടുകയാണ്. ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട്, കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ട്, എന്നെ നിത്യതയിൽ കൊണ്ടുപോകണമെന്ന് യേശു ആഗ്രഹിച്ചത് കൊണ്ട് എനിക്ക് കിട്ടേണ്ട സമയത്തെല്ലാം ബാലശിക്ഷ. ഒരു അമ്മ, ഒരപ്പൻ ഒരു കുഞ്ഞിനെ സൂക്ഷ്മതയോടെ തല്ലി അവനെ തെറ്റായ വഴികളിൽ നിന്ന് വേർപിടിവിച്ച് അവൻ നല്ലതായി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ കർത്താവ് പണിഞ്ഞു കൊണ്ടുവരിക. ഇതിനിടയിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഈ സാക്ഷ്യമായതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ കർത്താവ് അനുദിനം ശുദ്ധീകരിക്കുകയാണ്. ഓരോ ദിവസവും ദൈവം എന്നെ പണിയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മള് ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം നമ്മൾ ഓരോ ദിവസവും പണിഞ്ഞ് കർത്താവിനോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയപ്പെട്ട വിഷയം, ഞങ്ങളുടെ വല്യപ്പച്ചൻ, ഞങ്ങളുടെ പപ്പ അമ്മ, ഞങ്ങളൊക്കെ CS ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൺവേർട്ട് ആയിട്ട്, അതായത് LMSന്റെ ആ കൺവേർഷൻ നടന്ന സമയത്ത് ലണ്ടൻ മിഷൻ സൊസൈറ്റി വന്നിട്ട് നാടാർ കമ്മ്യൂണിറ്റി എല്ലാം ഒരു പകുതി ആളുകളോളം ക്രിസ്ത്യനായിട്ടൊക്കെ മാറിയ സമയത്ത് നമ്മൾ ക്രിസ്ത്യൻസ് ആയി. അങ്ങനെ ഞങ്ങൾ ഒരു CSI വിഭാഗത്തിലായിരുന്നു ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. എന്റെ ഏകദേശം ഞാനൊരു 6-7 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എന്റെ പാരന്റ്സ് രക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷമാണ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനും രക്ഷിക്കപ്പെട്ട് സെമിനാരിയിലേക്ക് പോയി. ഞാൻ സ്നാനപ്പെട്ട്, ഞാൻ സെമിനാരി ഇപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സ്നാനപ്പെട്ടു. ഇതുവരെയും കർത്താവ് കൊണ്ടുവന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ, അതായത് ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ പിന്നാം തലമുറക്കാരെല്ലാം ഹിന്ദുക്കളായിരുന്നു. അതുകൊണ്ടാണ് എന്റെ പേര് പ്രവീൺ എന്ന പേരിൽ ഇട്ടത്. എന്റെ മമ്മിയുടെ പേര് സുമംഗല എന്നാണ് അമ്മയുടെ പേര്. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയൊരു പാരമ്പര്യത്തിൽ നിന്ന് ഒരിക്കലും തിരിച്ചു കയറി വരാത്ത ദുർഗന്ധങ്ങൾ നിറഞ്ഞ പാപചേറ്റിൽ നിന്നതാണ് കർത്താവ് എന്നെ വീണ്ടെടുത്തത്, എന്നെ വിളിച്ചു വേദനിച്ചത്. എന്റെ പാരമ്പര്യത്തെ കുറിച്ച് ദൈവം എനിക്ക് തന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഞാന് ഇങ്ങനെ നീന്തി വരികയാണ്. വെള്ളത്തിൽ നീന്തുന്നത് പോലെ ഞാൻ നീന്തി കയറാൻ ശ്രമിക്കുന്നു. പക്ഷേ വെള്ളമാണല്ലോ, ജലാശയം. പക്ഷെ ഞാൻ നീന്തി കയറാൻ ശ്രമിക്കുന്നത് പാമ്പുകളാൽ നിറയപ്പെട്ട സമുദ്രമാണ്. ഭയങ്കരമായ പാമ്പ്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ നീന്തുമ്പോ തന്നെ എന്റെ പുറത്ത് 10,000 പാമ്പുകൾ വന്ന് വീഴുന്ന തരം ഭയങ്കരമായ പാമ്പുകളാൽ നിറയപ്പെട്ട ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് കർത്താവ് എന്നെ കോരിയെടുത്തത്. ഞാൻ ദൈവഭാഗത്തേക്ക് നിൽക്കരുതെന്ന് പിശാച് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. എന്നെ ഏതെല്ലാം രീതിയിൽ തകർക്കാമോ, ഏതെല്ലാം രീതിയിൽ പ്രലോഭിപ്പിക്കാമോ, ഏതെല്ലാം രീതിയിൽ മോഹിപ്പിച്ച് ലോകത്തിലേക്ക് കൊണ്ടുപോകാമോ, ഏതെല്ലാം രീതിയിൽ ദൈവസേനയിൽ അടുത്തു വരാതിരിക്കാമോ, ആകുന്ന ശ്രമങ്ങളെല്ലാം ശ്രമിച്ചു. പലപ്പോഴും പരാജയം വന്നുപോയിട്ടുണ്ട്, പലപ്പോഴും വീഴ്ചകളെല്ലാം വന്നുപോയിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം കർത്താവ് താങ്ങി. എന്നെ സ്നേഹിച്ചത് കൊണ്ട് എന്നെ ദൈവം മാറോടണച്ച് അനേക കഷ്ടങ്ങളിൽ കൂടെ കടക്കേണ്ടി വന്നെങ്കിലും അവിടെ നിന്നെല്ലാം ദൈവം അനർത്ഥങ്ങൾ വ്യസനത്തിന് കാരണമാക്കി കർത്താവ് മാറ്റാതെ നീക്കുപോക്കുകൾ തന്ന് കർത്താവ് എന്നെ സ്നേഹിച്ച് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഓരോ ദിവസവും ഭംഗിയായ ക്ഷേമത്തോടെ അന്നു വേണ്ടുന്ന ആഹാര, വസ്ത്രാദി, പാർപ്പിടാതി നന്മകളെല്ലാം തന്ന്
ദൈവം അനുദിനം ക്ഷേമത്തോടെ എന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്റെ സാക്ഷ്യത്തിന്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ജീവിതത്തിലെ കഷ്ടങ്ങൾ വരുമ്പോൾ പതറിപ്പോകല്ല്. ദൈവം നമ്മെ ബാലശിക്ഷ തരുമ്പോൾ നമ്മൾ വേദനിച്ചു പോകല്ല്. നമ്മൾ നരകത്തിലേക്ക് പോകാതിരിപ്പാൻ, നമ്മുടെ ആത്മാവ് നിത്യതയിൽ വിശ്രമിക്കുവാൻ, അതായത് നമ്മൾ ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം നിത്യത എന്ന് പറയുന്ന കർത്താവ് നമുക്ക് വേണ്ടി കരുതിയ ആ സ്വർഗത്തിലേക്ക് പോയി കുഞ്ഞാട്ടിനെ നമുക്ക് കാണുവാൻ, കുഞ്ഞാട്ടിന് മുമ്പിൽ കുരുത്തോല പിടിച്ച് ഓശാന പാടുന്ന ആ വലിയ ജനക്കൂട്ടത്തിന്റെ മുൻനിരയിൽ നിങ്ങൾ ഞാനും കാണപ്പെടുവാൻ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ചില കഷ്ടതകൾ ഈ ലോകത്ത് അനുഭവിക്കുന്നത്. ഒരിക്കലും ഈ ലോകത്തിലേക്ക് നമ്മൾ പോകരുതേ. ഒരിക്കലും ഈ ലോകത്തിന്റെ ചിന്തകളിലേക്ക്, ലോകത്തിന്റെ പ്രലോഭനങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ വിട്ടുകൊടുക്കരുതേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പാപത്തിന്റെ വഴികളെല്ലാം വിട്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയൊരു ഉദ്ദേശമുള്ളത് കൊണ്ട്, ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയൊരു പദ്ധതി ഉള്ളത് കൊണ്ട്, എപ്പോഴും പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ കർത്താവിന്റെ ഇഷ്ടം മാത്രം ചെയ്ത് ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നിങ്ങളെ എന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗത്തിൽ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ഈ അനുഗ്രഹമേറിയ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ കർത്താവേ, ഇങ്ങനെ ഒരു അവസരം ഇളയവന് ലഭിച്ചുവല്ലോ. അതിനുവേണ്ടി ഈ ഗ്രേസ് ടിവിനെ കർത്താവ് ദൈവമേ ഉപയോഗിച്ചുവല്ലോ. കർത്താവെ ദൈവമേ, ഈ ടിവിയുടെ എല്ലാ പ്രവർത്തനയും കർത്താവ് മാനിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ഭൂമിയിലെ സർവ്വവിധമായ ആത്മീക, ഭൗതിക, ശാരീരിക, മാനസിക, വൈകാരിക, സാമ്പത്തിക നന്മകളെ കൽപ്പിച്ചാക്കി നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിത്യതയ്ക്ക് വേണ്ടി വലിയൊരു സമ്പാദ്യമായി അനേകർക്ക് വെളിച്ചമായി മാറുവാൻ, പാരമ്പര്യത്തിന്റെ കെട്ടുകളെ പിഴുതെറിഞ്ഞ് കർത്താവെ, ശത്രുവിന്റെ പദ്ധതികളെല്ലാം തൂത്തെറിഞ്ഞ് ദൈവമേ, സെരുബാബേൽ പർവ്വതങ്ങൾ സമഭൂമിയായി, ചെങ്കടൽ കീറി മുറിക്കപ്പെട്ട ദൈവമേ, പാരമ്പര്യ പഴക്കങ്ങൾ ചെന്ന എല്ലാ താമ്ര കഥകളും യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെട്ട് ദൈവമേ, എല്ലാവിധമായിട്ടുള്ള യെരിഹോവിന്റെ കോട്ടകളും തകർക്കപ്പെട്ട് കർത്താവ് ജീവിതത്തിലെ വഴികൾ തുറന്ന് കർത്താവ് അവിടുത്തെ മുഖത്തെ കാണുവാൻ, അവിടുത്തെ മഹത്വത്തെ ദർശിപ്പാൻ എല്ലാ കുഞ്ഞുങ്ങളെയും ബ്ലസ് ചെയ്യുന്ന അനുഗ്രഹം പ്രാപിക്കട്ടെ. എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കർത്താവിന്റെ നാമം എല്ലാത്തിലും മഹത്വം എടുക്കും. ക്രൂശിക്കപ്പെട്ട് മഹത്വത്തോടെ മരണമേ നിന്റെ ജയം എവിടെ, പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞു കർത്താവ് മരണത്തെയും പാതാളത്തെയും ജയിച്ച് മൂന്നാം നാൾ മഹത്വത്തോടെ ഉയർത്തുന്നിട്ട് യേശുവിന്റെ നാമം എല്ലാത്തിലും മഹത്വം എടുക്കുക. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.